എൻ്റെ കോളേജിൽ എനിക്ക് ഏറ്റവും മിസ്സായ ഒരു കാര്യമാണ് എൻ്റെ കോളേജിലെ ട്രിപ്പ് പോകാൻ പറ്റുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ പാരലലി ഞാൻ നമ്മുടെ കോളേജിൽ FE സൈക്കിളിൽ നിന്ന് കോമ്പറ്റീഷന് പങ്കെടുത്തത്. അതായത് അത് പഞ്ചാബിൽ വെച്ച് നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. പക്ഷേ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾ 10 പേരുടെ ടീമായിട്ട് പോണത്. പക്ഷേ ഒരു ഭാഗത്ത് എനിക്ക് ആ ട്രിപ്പ് മിസ്സായെങ്കിലും മറ്റൊരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു FE സൈക്കിൾ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഫ്രം ദ സ്ക്രാച്ച് മുതൽ ആ ഒരു സാധനം ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ജേർണി വരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സും അതിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ച സോഫ്റ്റ്വെയർസ് സോളിഡ് വർക്ക്സാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു നഷ്ടം വരുന്ന സമയത്ത് ഞാൻ സോളിഡ് വർക്ക്സിൽ എന്തായി എക്സ്പേർട്ടായി. ഇതേപോലെയാണ് പലരുടെയും സിറ്റുവേഷൻ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യാതെ നമുക്കൊരു സാധനം കിട്ടൂല. അത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സാധനമാണ്. അതുപോലെ എല്ലാവരുടെ ലൈഫിലും ഇതേപോലൊരു മൊമെൻ്റ് ഉണ്ടാവും. അവിടെ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുക. പക്ഷേ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് ഫ്യൂച്ചറിൽ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും അതിനെ 2 പോസിറ്റീവും നെഗറ്റീവ്സും നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി ഒരു ചെറിയ സമയങ്ങൾ അതിന് മാറ്റി വെക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ തരാൻ പറ്റുന്ന ഒരു ടിപ്പ്.